ഓരോ നാടിനും ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട ഭക്ഷണം ഉണ്ടാകും. അങ്ങനെ ഒന്നാണ് ഇടുക്കി ഹൈറേഞ്ചിലെ ചക്കപ്പുഴുക്കും മത്തിക്കറിയും. പക്ഷേ ഇപ്പം മത്തി വില കത്തിക്കയറി നിൽക്കുന്നതിനാൽ വീടുകളിൽ മാത്രമല്ല ഹോട്ടലുകളിൽ പോലും മത്തിക്കറിയില്ല. എന്തായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ചക്ക വേവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ചക്ക വെന്തോ എന്നും മത്തി കിട്ടിയോ എന്നും നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മുടെ ഹൈറേഞ്ചുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് ഈ ചക്ക. ഇതിൻ്റെ കൂടെ ഇച്ചിരി മത്തിക്കറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ പുറത്തു പോയി എടുക്കലൊക്കെ അങ്ങ് നിർത്തി. ഇന്ന് മത്തിക്കറി ചക്കപ്പുഴുക്കും. അപ്പോൾ നമ്മൾ ചക്ക വെട്ടി അടർത്തി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരിഞ്ഞും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അരപ്പും ചേർത്ത് അടുപ്പയിലേക്ക് കയറ്റാം വളരെ വേഗത്തിൽ. നമ്മൾ ചക്ക അരിഞ്ഞ് വരെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇങ്ങനെ നമ്മൾ ഈ കലത്തിനകത്തേക്ക് എടുത്തിടും. കഴിഞ്ഞിട്ട് നമ്മൾ അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ട, വെളുത്തുള്ളിയുണ്ട്, ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, കറിവേപ്പിലയുണ്ട്. എല്ലാം കൂടി തേങ്ങയൊക്കെ ഇട്ട് ജീരകം ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിനെ ഇങ്ങനെ ഇതിനകത്തേക്ക് ഇടും. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് വെക്കും. നമ്മുടെയൊക്കെ ഇവിടെ ഇങ്ങനെ ഉപ്പ് ചേർത്തായിട്ട് വെക്കാം. നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, സെറ്റായിട്ടുണ്ടാവുന്നത്. ഇനി നമുക്ക് മത്തിക്കറി. അപ്പോൾ ഇതിനെ മൂടി വെച്ചിട്ട് നമുക്ക് ഓടിപ്പോയി ഇച്ചിരി മത്തി മേടിച്ചിട്ട് വരാം. നമ്മുടെ മീൻ കടയിൽ വന്നിരിക്കുകയാണ്. മീൻ ഏതൊക്കെയാണ് ഉള്ളത്? മീൻ അയലയുണ്ട്, കിളിയുണ്ട്, ഏരിയുണ്ട്, അയലകണ്ണി, പിന്നെ കൊഴുവ, ചൂര, കേര, അങ്ങനെ. ഒരു കിലോ മത്തി കിട്ടാൻ മാർഗമുണ്ടോ? മത്തി ചെറിയ വില കൂടുതലായ കാരണം നമ്മൾ മത്തി എടുക്കുന്നില്ല. ഇപ്പം എന്താ വില? മത്തി 300 റേഞ്ചിൽ വിലയായി നമ്മുടെ നാട്ടിൽ. ഇവിടെ സാധാരണക്കാരനായത് ആളുകളിൽ ആരും വരുന്നില്ല. സാധാരണക്കാരൻ്റെ മീനായിരുന്നു നേരത്തെ മത്തി, ഇപ്പോൾ എല്ലാം നല്ല വിലയായി. അപ്പോൾ എന്തായാലും മത്തി കിട്ടാക്കനിയായി. ഇനിയിപ്പോൾ നമുക്ക് അന്വേഷിക്കാൻ പറ്റുന്നത് ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കടയിൽ സ്ഥിരമായി കിട്ടിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ് മത്തിക്കറി. ഒരു 2 മത്തിക്കറി കിട്ടുമോ നോക്കാം, ഹോട്ടലിൽ എവിടെയെങ്കിലും പോയിട്ട്. ചേച്ചി, ഒരു 2 മത്തിക്കറി പാഴ്സൽ തരാമോ? മത്തിക്കറി ഇല്ല. അതിൻ്റെ മത്തിക്കറി ഇല്ലാത്ത? വില കൂടുതലായതുകൊണ്ട് മത്തി കിട്ടാനില്ല. മത്തി കിട്ടാനില്ല? നേരത്തെ ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരുന്നതല്ലേ? അതെ അതെ, മത്തിയായിരുന്നു ഏറ്റവും കൂടുതൽ ഓടുന്നത്. ഇപ്പം ഇല്ല. എന്തായാലും ഇവിടെ മത്തിക്കറി ഇല്ല, അത് ഉറപ്പായി. അപ്പം കടയിൽ നിന്ന് മേടിച്ച് മത്തിക്കറി ഉണ്ടാക്കലും നടക്കില്ല, കടയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് മേടിച്ചുകൊണ്ടുപോയി കഴിക്കലും നടക്കില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പുഴുക്ക് കഴിക്കുക എന്നുള്ളതിന് വേറൊരു മാർഗ്ഗമുണ്ട്. അത് വേറൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഹൈറേഞ്ചുകാരൻ്റെ ഇഷ്ടഭക്ഷണമായ മത്തിക്കറിയും ചക്കപ്പുഴുക്കും, അതിൽ മത്തി വിസ്മൃതിയിലേക്ക് മറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏക ആശ്രയമെന്ന് പറയുന്നത് ചക്കപ്പുഴുക്ക്, കട്ടൻ ചായ, മുളക് ചാലിച്ചത്. ആ മത്തിക്കറിയുടെ പുളിഞ്ചാറിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഇതും മറ്റൊരു കോമ്പിനേഷനാണ് കേട്ടോ. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.